കഥാകൃത്ത്, തിരക്കഥാകൃത്ത്, സംവിധായകൻ, നടൻ, നാടകകൃത്ത്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ന്യൂമറോളജിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയനായ ടി സജികുമാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. താങ്കളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ വെളുപ്പിന് എഴുന്നേറ്റ ഉടനെ യൂണിവേഴ്സലിന് നന്ദി പറയും. പിന്നെ എൻ്റെ ഉപാസനാമൂർത്തിക്ക് ഈ നന്ദി പറഞ്ഞുകൊണ്ട് പിന്നെ എനിക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയ്ക്കും നന്ദി പറയും. അത് കഴിഞ്ഞ് ഏതാനും പോസിറ്റീവ് അഫർമേഷൻ ഉരുവിടും. അതിനുശേഷം നേരെ പ്രഭാത കൃത്യത്തിലേക്ക് കടക്കും. അത് കഴിഞ്ഞ് ചിന്മുദ്രയിൽ ഏതാനും സമയം മെഡിറ്റേഷൻ ചെയ്യും. പിന്നെ എൻ്റെ പൂജാവേളകളെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ കർമ്മപഥത്തിലേക്ക് കടക്കും. പഠനകാലത്തെക്കുറിച്ചും കലാരംഗത്തെ കാൽവെപ്പിനെ കുറിച്ചും ഒന്ന് പറയാമോ? ഞാൻ UP സ്കൂൾ, പുൽക്ക UP സ്കൂളിലാണ് പഠിച്ചത്. അവിടെ പഠിക്കുന്ന സമയത്ത് പിന്നെ പ്രസംഗം, അതുപോലെ തന്നെ പ്രച്ഛന്ന വേഷം, ഉപന്യാസ രചന, ഇതിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. അതിനൊക്കെ എനിക്ക് പിന്നെ ഫസ്റ്റായിട്ടും സെക്കൻഡും ഒക്കെ ആയിട്ട് കിട്ടാറുണ്ട്. പിന്നെ കലയോടുള്ള ഒരു അഭിനിവേശം കൂടിയ സമയത്ത് ഫാദറിന് ഭയങ്കര എതിർപ്പായിരുന്നു. കാരണം ഞാൻ പിന്നെ ചമയമൊക്കെ ഇട്ട് സ്റ്റേജിൽ നാടകമൊക്കെ കളിക്കാൻ കയറി കഴിഞ്ഞാൽ പുള്ളിക്ക് എന്താണെന്നറിയില്ല, പിന്നെ നമ്മളെ പഠനത്തെ ബാധിക്കുന്നത് കൊണ്ട് എന്തോ പുള്ളിക്ക് കലയോട് വലിയ താല്പര്യമില്ല ആയിരിക്കും അച്ഛന്. അപ്പോൾ പുള്ളി പിന്നെ ഇപ്പോൾ രാത്രിയൊക്കെയാണ് പ്രോഗ്രാമെങ്കിൽ എന്നെ കൊണ്ട് ചാക്കാനും കൂട്ടാനും ഒക്കെ വരണമല്ലോ. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പിന്നെ വിമർശനം ഒതുക്കിയായിരുന്നു. പിന്നെ ശരിക്കും എനിക്ക് കലയിൽ വേണ്ട പ്രോത്സാഹനം എന്താണെന്ന് വെച്ചാൽ അമ്മ എല്ലാം കൊണ്ടും എനിക്കൊരു ഉള്ളുകൊണ്ട് സപ്പോർട്ട് നൽകുന്ന രൂപത്തിലായിരുന്നു. അങ്ങനെ അമ്മയും അച്ഛനുമായിട്ട് പഞ്ചായത്താക്കിയിട്ടാണ് പിന്നെ അച്ഛൻ പിന്നെ ഒന്നും പറയാണ്ടായി, എൻ്റെ സ്വാതന്ത്ര്യത്തിന് വിട്ടു. അതോടുകൂടി ഞാൻ ഫുള്ള് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് കലയിൽ ഇൻവോൾവ് ആയി. ആദ്യകാലത്ത് ശക്തമായ എതിർപ്പുണ്ടായിരുന്നു അച്ഛൻ്റെ ഭാഗത്തുനിന്ന്. നാടകങ്ങൾ എഴുതാറുമുണ്ട്, അതേപോലെ സംവിധാനവും ചെയ്യാറുണ്ട്. അപ്പം ആദ്യം അഭിനയിച്ച നാടകം ഏതാണെന്ന് ഓർമ്മ? എനിക്ക് തോന്നുന്നത് പിന്നെ എടശ്ശേരിയുടെ ഭൂതപ്പാട്ട് എന്ന പിന്നെ കവിത ആവിഷ്കാരം അന്നത്തെ എൻ്റെ ഗുരുനാഥനായിരുന്ന പിന്നെ ശശിമാഷ് നാടകമാക്കിയ സമയത്ത് ഭൂതപ്പാട്ടിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ക്യാരക്ടർ ചെയ്യുന്നത്. അതെനിക്ക് തോന്നുന്നു ഞാൻ 7ാം ക്ലാസ് പഠിക്കുമ്പോൾ മറ്റോ ആണെന്ന്. അതിൽ ഒരു മെയിൻ ഭൂതത്തിൻ്റെ ഒരു ഭൂതഗണമായിട്ടാണ് എൻ്റെ ഫസ്റ്റ് എൻട്രി. മെയിൻ ക്യാരക്ടറല്ല, മെയിൻ ഭൂതത്തിൻ്റെ ഒരു ഭൂതഗണമായിട്ട്. അതാണ് എൻ്റെ നാടകരംഗത്തുള്ള തുടക്കം. പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിശ്വദർശൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടി ഒരുക്കിയത്. നിരവധി ടെലിഫിലിമുകളും ലഘു സിനിമകളും സംവിധാനം ചെയ്ത ടി സജികുമാറാണ് ലഹരിക്കെതിരായ ബോധവൽക്കരണ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചത്. ഈ കലാരംഗത്ത് ആരാണ് പ്രോത്സാഹനം തരാറ്? കലാരംഗത്ത് പ്രോത്സാഹനം എന്താണെന്ന് വെച്ചാൽ അന്ന് പിന്നെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന ശശിമാഷ്, അതേപോലെ തന്നെ നാടകാചാര്യനായിരുന്ന പ്രഭാകരൻ മാഷ്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ പിന്നെ KT രാധാകൃഷ്ണൻ മാഷ്, ഇവരൊക്കെയാണ് കലയിൽ നമുക്ക് സ്കൂളിന് കൂടുതൽ പ്രോത്സാഹനവും പ്രചോദനവുമായത്. പിന്നെ ഞാൻ പോസിറ്റീവ് വൈബുള്ള മാഷന്മാരെ എടുത്തെത്തിയപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ പിന്നെ പോസിറ്റീവായി. ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഈ ഒരു ഏകദേശം എത്ര സ്റ്റേജുകളിലാണ് കയറിയിട്ടുള്ളത്? ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ സാംസ്കാരിക രംഗത്ത് ഞാൻ 25 വർഷമായി. അപ്പോൾ ഈ 25 വർഷത്തിനിടയിൽ എന്തായാലും ഏറ്റവും കുറഞ്ഞൊരു 100-ലധികം വേദികളിൽ ഞാൻ കയറി സംസാരിച്ചിട്ടുണ്ടാവും. അത് പ്രമുഖരോടൊപ്പം അതുപോലെ തന്നെ അല്ലാത്തവരോടൊപ്പം ഒക്കെ തന്നെ. ഒരു സംഘാടകൻ എന്ന നിലയിൽ മനസ്സംതൃപ്തി കിട്ടിയത് നൽകിയൊരു പ്രോഗ്രാം ഉണ്ടോ? അത് 2012 പിന്നെ ഞാൻ മംഗളത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ കുട്ടികളുടെ പരീക്ഷ പേടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ കൊയിലാണ്ടി ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ പരിപാടി പിന്നെ അന്ന് മംഗളാണ് പിന്നെ കൊയിലാണ്ടി സ്പോൺസർ ചെയ്തത്. അതിൻ്റെ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്റർ ഞാനായിരുന്നു. അപ്പോൾ അന്ന് പിന്നെ ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിരുന്ന ഡോക്ടർ ശാന്തകുമാർ, കോഴിക്കോട് സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹം ഡോക്ടറോട് ചോദിക്കുക എന്ന പരിപാടിയിൽ അദ്ദേഹത്തിനോട് ഞാൻ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ മൈക്കിൽ എഴുതി വായിക്കും. കുട്ടികൾ എൻ്റെ കയ്യിൽ തരും, ഞാൻ എഴുതി വായിക്കും. അപ്പം ഡോക്ടർ പേഷ്യൻറ്റിനോട് പറയുന്ന പോലെ എന്നിലൂടെ
അത് അവരിലെത്തും പരിപാടി. ആ പരിപാടിയാണ് ഒരു സംഘാടകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ജീവിതത്തിൽ ഇന്നേവരെയുള്ള പരിപാടികളിൽ ആത്മസംതൃപ്തി നൽകിയത്. കലാരംഗത്ത് ഏറ്റവും സന്തോഷം നൽകിയത് എന്നാണ്? രംഗത്ത് സന്തോഷം നൽകിയ കാര്യം പറയുകയാണെങ്കിൽ പിന്നെ ഒന്ന്, പ്രശസ്ത മലയാള സിനിമാ നടൻ കോഴിക്കോട് നാരായണൻ നായരുടെ കൂടെ പിന്നെ അയാളുടെ അനുജനായിട്ട് അയാളുടെ വീട്ടിൽ വെച്ച് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ എന്നൊരു കഥാപാത്രം. അത് അതിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുകൂടാതെ പിന്നെ നാരായണൻ നായരെ വെച്ചുകൊണ്ട് ഒരു റെസ് ചിത്രം സംവിധാനം ചെയ്യാൻ പറ്റി. അപ്പോൾ ആ റെസ് ചിത്രത്തിൻ്റെ പേര് നീരാളിക്കൊരു പോരാളി എന്നാണ്. അപ്പോൾ ഡോക്ടർ UK ദാമോദരൻ്റെതാണ് സ്ക്രിപ്റ്റ്. അതിൻ്റെ സംവിധാനം ഞാനാണ് നിർവഹിച്ചത്. അത് ഓൾറെഡി സാധനം ഇറങ്ങിക്കഴിഞ്ഞു. പിന്നെ മറ്റൊന്ന്, കൈരളി ഫിലിം സൊസൈറ്റിയുടെ പിന്നെ മികച്ച സംവിധായകനുള്ള ഒരു എക്സലൻ്റ് അവാർഡ് നാരായണൻ നായരുടെ കൈകൊണ്ട് എനിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് വാങ്ങാൻ പറ്റി. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റിയതും പിന്നെ അദ്ദേഹത്തിനോട് ഒരു അവാർഡ് സ്വീകരിക്കാൻ പറ്റിയതും പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തെ വെച്ച് ഒരു വർക്ക് സംവിധാനം ചെയ്യാൻ പറ്റിയതും എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ കലാപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്? ഞാൻ പിന്നെ എൻ്റെ എത്ര വർഷത്തെ കലാസഭയ്ക്കിടയിൽ എനിക്ക് ആകെ 2 ഉദ്ഘാടനം മാത്രമാണ് കിട്ടിയത്. അപ്പോൾ ഒന്ന് പിന്നെ സമാ കേരളയുടെ കളരിപ്പയറ്റ് ഫെസ്റ്റിവൽ കോഴിക്കോട് പിന്നെ ഗാന്ധിഗൃഹത്തിൽ ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അതുമാത്രമല്ല, ആ ചടങ്ങിൽ അന്ന് നിലമ്പൂർ ആയിഷ മുഖ്യാതിഥിയായിരുന്നു. നിലമ്പൂർ ആയിഷയുടെ മുമ്പിൽ വെച്ച് അത് ഉദ്ഘാടനം ചെയ്യാൻ ഭാരവാഹികൾ അന്ന് എന്നെയാണ് ഏൽപ്പിച്ചത്. അതും ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ രണ്ടാമത് കിഡ്സിൻ്റെ ഒരു ഫാഷൻ ഷോ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടി. ഈ ടെലിഫിലിമുകളും ഓൺലൈൻ സിനിമകളും ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിലാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത്? എൻ്റെ പിന്നെ ഷോർട്ട് ഫിലിമുകൾ പിന്നെ ഒരുപാട് ഫെസ്റ്റിവലുകൾ കളിച്ചിട്ടുണ്ട്. ഒന്ന് പിന്നെ 2017 മീഞ്ചന്ത ഗവൺമെൻറ് ആർട്സ് കോളേജിൽ നടന്ന ഫെസ്റ്റിവലിൽ, ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ എൻ്റെ ഷോർട്ട് ഫിലിം പിന്നെ പ്രദർശിപ്പിച്ചു. ജൂറിയുടെ പ്രത്യേക പരാമർശവും കിട്ടിയാണ്. പൂതി എന്നാണ് അതിൻ്റെ പേര്. പിന്നെ അതേപോലെ തന്നെ അമലാപുരി ഫിലിം ഫെസ്റ്റ് കോഴിക്കോട് ഇവിടെ നമ്മളെവിടെയുള്ള പള്ളി ഉണ്ടല്ലോ, അവിടെ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ പിന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പൂക്കാട് കലാലയം പിന്നെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിൽ 2 തവണ അവതരിപ്പിച്ചു. പിന്നെ അതേപോലെ പേരാമ്പ്ര ഫെസ്റ്റിൽ അവിടെ അവതരിപ്പിച്ചു. പിന്നെ അതുകൂടാതെ സ്പൈഡർനെറ്റ് നടത്തിയ അവാർഡ് വേളയിലും എൻ്റെ ഷോർട്ട് ഫിലിമുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ പിന്നെ PK ബാബുരാജ്, അതായത് കോഴിക്കോട്ടെ ഒരു പ്രശസ്ത സംവിധായകനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മലബാർ സൗഹൃദ വേദി ഒരുക്കിയ പിന്നെ ഷോർട്ട് ഫിലിം ഫെസ്റ്റിലും എൻ്റെ ഷോർട്ട് ഫിലിം പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചു പോണേ മോനെ. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചില്ലേ അമ്മ? വല്ലാത്തൊരമ്മ. ഞങ്ങള് നാണം കെടുത്താനായിട്ടുള്ള ഒരു മനുഷ്യ ജന്മം. അമ്മേ, ഞങ്ങളെ മാനം പോക്കല്ലേ? ആ, അങ്ങനെ തന്നെയാ. നിങ്ങൾക്കൊക്കെ ഞാനൊരു ഭാരായിട്ട് എനിക്ക് തോന്നി. ആ, എനിക്കും ജീവിക്കണ്ടേ? ഓ, 3 മക്കളുണ്ട് എനിക്ക്. ആവശ്യത്തിന് സ്വത്ത്. എന്ത് ഒന്നും അമ്മയ്ക്കെടുക്കാൻ ഒരു അവകാശവും ഇല്ല. പിന്നെ ഈ മരുമക്കളും കൂടി വന്നപ്പോഴേ അവരായി ഭരണം. ദേ, എനിക്ക് ആരെ ഒരു സഹായവും വേണ്ട. ഒന്ന് സ്വസ്ഥമായിട്ട് എന്നെ വിട്ടാ മതി. എന്റെ ഭർത്താവിന്റെ ആത്മാവുള്ള ഈ മണ്ണിലെ കിടന്ന് എനിക്ക് മരിക്കണം. ദാ വന്നോണേ, മക്കളങ്ങ് പോയിക്കോ. ആ, ഞങ്ങൾക്ക് ഞങ്ങളെ തെറ്റ് മനസ്സിലായി അമ്മേ. അമ്മ വാ, ഞങ്ങളെ കൂടെ വാ. ഞാനില്ല, വിട്. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. അമ്മ വാ. ഒടുക്കത്തെ ഒരു ഡാൻസ്. അയ്യോ രമേശ്, ഇന്ന് വരും. ഈ കുട്ടിക്ക് ഫ്രീ ടെക്സ്റ്റും ഏർപ്പാടൊക്കെ ചെയ്യണേ. ആ, പിന്നെ കൂടെ തന്നെ കോസ്റ്റ്യൂമുള്ള അളവ് കൂടി ഒന്ന് നോക്കണേ. ആ, ശരി.
ഓക്കെ ഓ മതി മതി മതി. ഇതാ താങ്ക് യു സർ. ചെക്ക് നാളെ തന്നെ ബാങ്കിൽ നിന്ന് Okay. വാങ്ങാം. ഗുഡ് ലക്ക് ഗുഡ് ലക്ക്. ഓ ശരി. മോളെ ചെല്ല്. എനിക്ക് നിന്നെ ഇഷ്ടമാണോ? എനിക്ക് എന്നാ നമ്മൾ കല്യാണം കഴിച്ചാലോ? ഇത് ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചതായിരുന്നു. എനിക്കൊരു ഡിമാൻഡ് ഉണ്ട്. എന്താ? ശ്രീധനൊന്നും ചോദിച്ചൂടല്ലേ? അതൊന്നുമല്ല, എനിക്ക് നിന്നെ മാത്രം മതി. അഭിനയിച്ച വെബ് സീരിയലുകൾ ഏതൊക്കെയാണ്? അഭിനയിച്ച വെബ് സീരിയലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വെബ് സീരീസുകൾ ഞാൻ 2 ചെയ്തത്. അതിൽ ഒന്ന് ബിജു ബാവോഡിൻ്റെ തേപ്പുവെട്ടിയിൽ ഒരു 6 എപ്പിസോഡ് ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ തന്നെ ഉപ്പിലിട്ട മാങ്ങയിൽ ഒരു 4 എപ്പിസോഡ് ചെയ്തു. രേണു, എടോ നിന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, എൻ്റെ അവസ്ഥയെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. രോഗിയായ അമ്മ, കാലിന് വയ്യാത്ത അനിയത്തി, പിന്നെ സ്വന്തമെന്ന് പറയാൻ എനിക്കൊരു വീട് പോലുമില്ല. ഞാൻ ദേശീയ അവാർഡ് കിട്ടിയ സംവിധായകനാണ് പോലും. പറഞ്ഞിട്ടെന്താ കാര്യം? എൻ്റെ അക്കൗണ്ട് ഇതുവരെ കാര്യമായിരുന്നു. ഇപ്പോഴാണിടോ എൻ്റെ അക്കൗണ്ടിൽ ഒരു 10 ലക്ഷം രൂപ വന്നത്. രേണു, നിന്നെ ഇഷ്ടം എനിക്ക്. അതിലേട്ടാ ഞാനിതൊക്കെ ചെയ്തത് ഏട്ടൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞിട്ടാണ്. സാരമില്ല, ഇനി ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ. നിന്നെ എനിക്ക് ഇഷ്ടമാടോ. സമാധാനമായിരിക്കും. ഈ പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാലേ സാറിന് 10 വയസ്സ് കുറഞ്ഞു കിട്ടും സാർ. പിന്നെ സാറിന്റെ മുടി കൊഴിച്ചിലുണ്ടെങ്കിലേ അതൊക്കെ പോയി കിട്ടും. അപ്പോ 5000 ആണ് സാർ ഇതിന്റെ വില. അപ്പൊ ടിപ് ടോപ്പിന്റെ സൂപ്പർ ഐറ്റാണ് സാർ ഇത്. 40 വയസ്സുള്ളത് 30 വയസ്സാവും സാർ. പിന്നെ അതുപോലെ തന്നെ 30 വയസ്സുള്ള ആളടിച്ചു കഴിഞ്ഞാൽ 20 വയസ്സാവും സാർ. 20 വയസ്സുള്ള 20 വയസ്സായ ആളടിച്ചു കഴിഞ്ഞാൽ 10 വയസ്സാവും. എന്നിട്ട് എന്ത് ചെയ്യും? ആ സാറേ, ഇത് നല്ല ഐറ്റംസ് ആണ്. അപ്പോ സാറ് ഒരു 2 ബോട്ടിൽ വാങ്ങുന്നോ? ആ, നമുക്കിപ്പോൾ ഒരു പുതിയ ചാൻസ് വന്നിട്ടുണ്ട്. ഓണം കഴിഞ്ഞിട്ട് കാസർവള്ളീൻ്റെ ഒരു പടം തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. 3 CR ബഡ്ജറ്റാണ്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ഇന്ദ്രൻസിൻ്റെ ഡേറ്റ് നോക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിനായകൻ്റെ ഡേറ്റ് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മോളിവുഡിൽ നിന്ന് അനാമികയും രാജശ്രീയും വരുന്നുണ്ട്. ആരാത്? എന്താ കാണിക്കുന്നത്? ആരിത്? ബാലാമൻ ചേച്ചിയോ? എന്താ ചെയ്യുന്നത്? എന്റെ വർക്കിച്ച എനിക്ക് ഇനി ജീവിക്കണ്ട, ജീവിതം മടുത്ത്. എന്താ പറ്റിയ ചേച്ചി? എനിക്ക് ആകെ കൂടി അറിയുന്നത് സിനിമ അഭിനയാണ്. അത് നിന്ന് പോലെ ഞാൻ എങ്ങനെ ജീവിക്കും? ഞാനിപ്പോൾ നമ്മളെ പ്രൊഡ്യൂസർ കാസർവള്ളി സാറുമായിട്ട് 3 കോടിയുടെ പ്രൊജക്റ്റിൽ സൈൻ ചെയ്ത് വരികയാണ്. ഓണം കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ടിംഗ് ആരംഭിക്കുക. മനസ്സിലായോ? എൻ്റെ സ്ക്രിപ്റ്റ് ചുഴലി കൊടുങ്കാറ്റുണ്ടല്ലോ, അതിലൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത് ചേച്ചിയാ, ബാലാമണി ചേച്ചി. ആ, അത് പിന്നെ എൻ്റെ ചുഴലി കൊടുങ്കാറ്റ് ഇറങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ അത് കേരളം മുഴുവൻ ആഞ്ഞടിക്കും. ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അഗർവാളിൻ്റെ കണ്ണാശുപത്രിയുടെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെയും പിന്നെ ഓസ്ട്രേലിയൻ ബൗളറിൻ്റെയൊക്കെ കൂടെയുള്ള ഒരു പരസ്യചിത്രത്തിലൂടെയാണല്ലോ. അപ്പം അതെങ്ങനെയാണ് ഇതിലൂടെ എത്തിപ്പെട്ടത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. കാരണം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് പ്രശസ്തരായ നടന്മാരുണ്ട്. ഓരെയായിട്ട് തുലനം ചെയ്ത് നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല. പക്ഷേ ഇത് സംവിധാനം ചെയ്ത ലിജോ സാർ ഒരു പ്രത്യേക ഫേസിലുള്ള ഒരു വ്യക്തിനെ വേണം. അപ്പോൾ അങ്ങനെ അയാളെ കാസ്റ്റിംഗ് സെർച്ചിങ്ങിനിടയിൽ അദ്ദേഹം എന്നിൽ എത്തിച്ചേരുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ചെറിയ വേഷമുണ്ട് അഗർവാളിൻ്റെ ഇതിൽ, അപ്പോൾ നീ വന്ന് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡയലോഗ് ഒന്നുമില്ല, ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ ആരെയും വെച്ച് ചെയ്തോളി സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അതല്ല, അതെനിക്ക് പിന്നെ മനസ്സിലാവും, ഇഞ്ഞി വാന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളി എന്നെ പിടിച്ച പിടിയാലെ കോഴിക്കോട് നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ആ സാധനം ചെയ്ത് അത് ഒരാഴ്ച കൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായി.
അതിൽ പ്രത്യേകിച്ച് വേറെ ആർട്ടിസ്റ്റുകളൊന്നുമില്ല, ഒരു മോഡൽ ഞാനും 3-4 ഡോക്ടേഴ്സേ ഉള്ളൂ അവരെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായോ എന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത്, പിന്നെ ഇത് സച്ചിനും അതുപോലെ തന്നെ ഗ്രൻ മഗ്രാത്തും ഇൻ്റർനാഷണൽ ലെവൽ ചെയ്ത പിന്നെ അഗർവാളിൻ്റെ പരസ്യത്തിൻ്റെ കേരള വേർഷനാണ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയതെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ജാക്ക്പോട്ടായിട്ടാണ് അതിനെ കാണുന്നത്. മാത്രവുമല്ല, ഈ പരസ്യം വൈറലായതോട് കൂടിയിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്നും എന്നെ അറിയുന്ന സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു, അഭിനന്ദനം അറിയിച്ചു. പിന്നെ നാട്ടിൽ നിന്നും ഒക്കെ ഞാനിതുവരെ അഭിനയിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ക്രിയേഷനൊന്നും ഞാൻ നാട്ടിലൊന്നും പറയാറില്ല. രാവിലെ കുളിച്ച് കുപ്പായോട്ട് ഇയാൾ ഇറങ്ങുന്നു, രാത്രി ഇയാൾ വരുന്നു, ഇയാൾ എന്താ ചെയ്യുന്നത്, ഇയാൾ എന്താ പോകുന്നത്, ഇതൊന്നും നാട്ടുകാർക്ക് ഞാൻ ഇന്നേവരെ പിടുത്തം കൊടുത്തിട്ടില്ല. എന്നാലും എന്നെ അടുത്തറിയുന്ന അത്യാവശ്യം ചിലർക്കൊക്കെ അറിയാം. എനിക്ക് അത്യാവശ്യം സംവിധാനവും എഴുത്തുമൊക്കെ ആയിട്ട് മൂപ്പരിങ്ങനെ ഒരു പിന്നെ ഇതിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഈ അഗർവാൾ പരസ്യം ഇറങ്ങിയതോട് കൂടിയിട്ട് നാട്ടിലും അതുപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഞാനൊന്ന് വൈറലായി. അവരെ കൂടെ ആക്ട് ചെയ്തപ്പോഴുള്ള ഒരു അവരെ കൂടെ ഞാനിപ്പോൾ പിന്നെ അഗർവാളിൻ്റെ ഇതിൽ പോയ സമയത്ത് എനിക്ക് ആദ്യം അഗർവാളിനെ കുറിച്ച് കൂടുതൽ അറിയില്ല, വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇത് ഇറങ്ങിയിട്ട് പിന്നെ പരസ്യം വൈറലായ സമയത്താണ് സാർ എന്നോട് ചോദിച്ചത്, അല്ല പിന്നെ ഇതിൻ്റെ ബ്രാൻഡ് എന്താണെന്ന് നിനക്ക് മനസ്സിലായോന്ന്. അപ്പോൾ ഞാൻ പിന്നെ നെറ്റിൽ പിന്നെ ഇയാൾ പിന്നെ സച്ചിനും ഗ്രൻ മഗ്രാത്തും ഒക്കെ അഭിനയിച്ചത് എടുത്തു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ ഇത് സംഭവം ചെറിയ കാര്യമല്ല എന്ന്. അപ്പോൾ എനിക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയൊരു ജാക്ക്പോട്ടായിട്ട് പിന്നെ അഗർവാളിൻ്റെ പരസ്യത്തെ ഞാൻ കാണുന്നു. സാമൂഹ്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കൾ ചാനലുകൾ ബൈറ്റ് കൊടുക്കാറുണ്ടല്ലോ, അപ്പോൾ ഏതൊക്കെ ചാനലുകളിലാണ്? സാമൂഹ്യ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 4-5 ചാനലുകളിൽ ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മളെ ACV തന്നെ, പിന്നെ ഒന്ന് കൗമുദി TV, പിന്നെ ഒന്ന് പീപ്പിൾസ് TV, പിന്നെ ഒന്ന് കേരള വിഷൻ, വേറൊന്ന് ജനൻ TV. ആകാശവാണിയിലും വന്നിട്ടുണ്ടല്ലോ. ആകാശവാണിയിൽ ഞാൻ പ്രഭാഷണങ്ങൾ അതുപോലെ തന്നെ ചെറുകഥകളൊക്കെ അവതരിപ്പിക്കാറുണ്ടായിരുന്നു മുമ്പ്. ഇപ്പോൾ കണ്ണൂർ ആകാശവാണിയിൽ അതുപോലെ തന്നെ കോഴിക്കോട് ആകാശവാണിയിൽ എൻ്റെ തുടർ പരിപാടികൾ 3-4 വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ സമയക്കുറവ് കൊണ്ട് പഴയ പോലെ സജീവമാകാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ, പ്രണയം വിവാഹത്തെക്കുറിച്ചൊക്കെയുള്ള അഭിപ്രായങ്ങൾ പറയാമോ? പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ ഞാൻ എന്താ പറയുക ഭയങ്കര നാണം കുടുങ്ങി, അതുപോലെ തന്നെ പിന്നെ മര്യാദ പുരുഷോത്തമനുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പെൺപിള്ളേരെ വയ്യൊന്നും പോകാനോ അല്ലെ പ്രണയിക്കാനോ ഒന്നും നിന്നിട്ടില്ല. കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റാണ്. പിന്നെ മാത്രമല്ല നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ശരിക്കും ഒരു സ്പിരിച്വൽ മൂഡ് പോയ ടൈമാണെന്നൊക്കെ. പിന്നെ നമ്മൾ മുതിർന്നൊക്കെ സമയത്ത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കുറച്ചൊക്കെ വിവാഹം നോക്കി. പിന്നെ കുറേ കാലം ഞാനിവിടെ ഇല്ലായിരുന്നു, ദക്ഷിണേന്ത്യയിലെ പല ഭാഗത്തുമായിട്ട് ഔദ്യോഗികമായിട്ടുള്ള കറക്കത്തിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ 2016 അമ്മ മരിച്ചതിന് ശേഷമാണ് നാട്ടിൽ വീണ്ടും സജീവമായത്. അപ്പോൾ അതിനുശേഷം ക്രിയാത്മകമായിട്ട് ഇവിടെ നാട്ടിൽ പല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ബന്ധപ്പെടുകയും അതുപോലെ തന്നെ കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കുകയും കൂടുതൽ ആൾക്കാരുമായിട്ട് പരിചയപ്പെടാനും കൂടുതൽ പരിപാടികളിൽ സജീവമാകാനും പറ്റി. അപ്പം വിവാഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്നെ ഉൾക്കൊള്ളുന്ന എന്നെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി ഇന്നേ വരെ എൻ്റെ ലൈഫ് പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വിവാഹത്തെ ഒരു ഗൗരവമായ വിഷയമായിട്ട് ഞാനിട്ട് കാണുന്നില്ല. യൂണിവേഴ്സ് അങ്ങനെയുള്ളൊരു സാഹചര്യം ഒരു നിയോഗം പോലെ ഒരുക്കുകയാണെങ്കിൽ മാത്രം കഴിക്കാമെന്നുള്ള ഒരു ഇതിലാണ്, നിർബന്ധമൊന്നുമില്ല. ഈ ജോലി ചെയ്ത സ്ഥാപനങ്ങൾ പിന്നിട്ട വഴികളെ കുറിച്ചൊക്കെ ഒന്ന്. ജോലി ചെയ്ത സ്ഥാപനം എന്ന് പറയുമ്പോൾ ഞാനൊരു 9 വർഷക്കാലം ശാന്തിഗിരിക്ക് വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അതായത് തമിഴ്നാട്, കേരളം, ആന്ധ്ര, കർണാടക എന്നിവിടങ്ങളിൽ ശാന്തിഗിരി ബ്രാഞ്ച് എക്സ്പെൻഷൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞാൻ അവിടെ വിവിധ പോസ്റ്റുകളിൽ ദീർഘകാലം ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നാട്ടിലെത്തിയ ശേഷം ഒരു 3-4 കൊല്ലക്കാലം മംഗളം ദിനപത്രത്തിൽ ജോലി നോക്കി. അപ്പോൾ ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ കൊയിലാണ്ടി ബോയ്സിൽ പരിപാടി സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ, അത് മംഗളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പോൾ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും വന്ന് കൊയിലാണ്ടി ഒരുക്കി തന്നത് മംഗളാണ്. പിന്നെ പിന്നീട് ഞാൻ കുറച്ചു കാലം പിന്നെ കലാകൗമുദി ബിഗ് ന്യൂസിൽ ജോലി ചെയ്തു. ഇപ്പം മുഴുവൻ സമയം കലാപ്രവർത്തകനാണ്. പിന്നെ അത്യാവശ്യ ഇവൻറ്റുകളും ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഈ കലാരംഗത്ത് മെൻറ്റർ ഗുരുസ്ഥാനിയർ ആരൊക്കെയാണ്? കലാരംഗത്ത് മെൻറ്റർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
പിന്നെ കലാരംഗത്ത് എനിക്കൊരു ഉസ്താദില്ല. അതുപോലെ തന്നെ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും സന്തതിയുമല്ല. എനിക്ക് തോന്നുന്നത് ഇൻബേൺ പിന്നെ ഞാൻ പിന്നെ സ്കൂൾ കോളേജ് പഠിക്കുന്ന സമയത്ത് തന്നെ പിന്നെ സിനിമകൾ കാണുക, അതുപോലെ തന്നെ നാടകങ്ങൾ കാണുക, പിന്നെ കൂടുതൽ കലാകാരന്മാരുമായിട്ട് ഇഴുകിച്ചേരുക, ഇങ്ങനെയൊക്കെ വന്ന സമയത്ത് പിന്നെ ഓട്ടോമാറ്റിക്കലി എന്നിൽ രൂപാന്തരപ്പെട്ട ഒരു സംഭവമാണ് കല. മറ്റിപ്പോൾ ഗോഡ് ഫാദറായിട്ട് ചൂണ്ടിക്കാണിക്കാൻ അത് അഹങ്കാരം കൊണ്ട് പറയുകയല്ല. ഞാൻ ഇന്നേ വരെ ആരെ വർക്കിലും ഞാൻ പിന്നെ സംവിധായകനായിട്ട് പോയിട്ട് അസോസിയേറ്റ് ചെയ്യാനോ അതേപോലെ തന്നെ സഹായിയായിട്ടോ പോയിട്ടില്ല. ഞാൻ അധികവും എൻ്റെ പ്രൊജക്റ്റുകൾ തന്നെയാണ് നേരിട്ട് എടുത്ത് ചെയ്യുക. അതിൽ പോരായ്മകൾ ഉണ്ടാവാം, പക്ഷെ ആരോ അസോസിയേറ്റായിട്ട് ഇന്നേ വരെ പ്രവർത്തിച്ചിട്ടില്ല. പിന്നെ അസോസിയേറ്റായിട്ട് പ്രവർത്തിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അതിന് പറ്റിയൊരു ഗുരുനാഥനെ എനിക്ക് ഇന്നേ വരെ, ഒരു ബ്രാൻഡഡ് ഗുരുനാഥനെ എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ വിചാരിച്ചു ഇനിയുള്ള കാലം സ്വന്തം ലെവലിൽ അങ്ങോട്ട് പോയാൽ മതിയെന്ന്. അതുകൊണ്ട് ഇനിയിപ്പോൾ തൽക്കാലം ആരെ അസോസിയേറ്റ് ആകാൻ താല്പര്യമില്ല. ഇനി നമ്മൾ ഏതെങ്കിലും കാലം സിനിമ ചെയ്യുകയാണെങ്കിൽ നമ്മളത് പിന്നെ നമ്മളേതായ പരിമിതികൾ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യും. സിനിമയിൽ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? സിനിമയിൽ പിന്നെ 2 സിനിമകളിൽ ഞാൻ ടെക്നിക്കൽ ടീമിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്ന് പിന്നെ ഇയാളെ ദിനേശ് ഗോപാലിൻ്റെ കാക്കപ്പൊന്നിൽ, മറ്റൊന്ന് ഒരു ഹൊറർ പടത്തിലും പിന്നെ ഡബ് ചെയ്തിട്ടുണ്ട്. ഇറങ്ങാനിരിക്കുന്ന ഒരു ഹൊറർ പടത്തിലും ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഈ കൊല്ലം ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്കളുടെ അൾട്ടിമേറ്റ് എയിം എന്താണ്? എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് ചോദിച്ചാൽ സജികുമാർ എന്ന നാമത്തെ ഒരു നാഷണൽ ബ്രാൻഡാക്കി മാറ്റുക എന്നുള്ള അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഞാൻ. പിന്നെ ഐ ആം ഇൻ എ റൈറ്റ് കോർണർ. ഐ ബിലീവ് ദാറ്റ് യൂണിവേഴ്സ് വിൽ ബ്രിങ് മിറാക്കിൾസ് ഇൻ മൈ ഫ്യൂച്ചർ ലൈഫ്. സോ ഐ ആം ഹാപ്പി. ഈ സിനിമ സംവിധാനം ചെയ്യാൻ ഉദ്ദേശമുണ്ടോ? എന്തായാലും തട്ടിക്കൂട്ട് പടം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അങ്ങനെയായിരുന്നെങ്കിൽ മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തു പോവുമായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു നിയോഗം പോലെ യൂണിവേഴ്സ് ഒരു നല്ല പ്രൊഡ്യൂസറെ എന്നിൽ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ദൈവസഹായത്താൽ സിനിമ ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അതേപോലെ ഹോബി, കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഹോബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എഴുത്ത് എനിക്കിഷ്ടമാണ്, അതുപോലെ തന്നെ വായന ഇഷ്ടമാണ്, പിന്നെ സംഗീതം ഇഷ്ടമാണ്, പിന്നെ സിനിമ കാണുക എന്നുള്ള അതും എൻ്റെ പാഷനാണ്. പിന്നെ അതേപോലെ തന്നെ നടത്തം, സഞ്ചാരം, ഇതും വലിയ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ പാഷനുള്ള കാര്യം തന്നെയാണ് ഈ ജ്യോതിഷവും ന്യൂമറോളജിയും ഒക്കെ തന്നെ. കുടുംബം എന്ന് പറയുന്നത് അമ്മ 2015 മരിച്ചു. പിന്നെ അച്ഛനും ഞാനും സഹോദരിയും ഭർത്താവും മകനും അടങ്ങുന്നതാണ് ഞങ്ങളുടെ കുടുംബം. ഒരു ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം. ഈ പങ്കെടുത്ത ഫിലിം ഷോ, അവാർഡ് നൈറ്റ്, അത് വഹിച്ച ചുമതല എന്തൊക്കെയാണ്? ഞാൻ പിന്നെ 24 ഫ്രെയിംസിൻ്റെ പിന്നെ അവാർഡ് നൈറ്റിൽ ഞാൻ PR ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൊച്ചിൻ ഹനീഫ പിന്നെ ഫിലിം ഷോയിലും PR ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 3 വർഷക്കാലം മലബാർ സൗഹൃദ വേദി നടത്തിയ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ, ഓൾ കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ അതിൻ്റെ കോർഡിനേറ്റർമാരിൽ ഒരാളായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പിന്നെ ഡ്യൂട്ടികൾ. ജ്യോതിഷം, ന്യൂമറോളജി ഒക്കെ കൈകാര്യം ചെയ്യുമെന്ന് അറിഞ്ഞു. അതെങ്ങനെയാണ് പഠിക്കാൻ സാധിച്ചത്? ഞാൻ ജ്യോതിഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ഒരുപാട് ജ്യോതിഷ പുസ്തകങ്ങൾ, അതായത് മഹത് ഗ്രന്ഥങ്ങൾ പലരും എഴുതിയ പിന്നെ വലിയ വലിയ ജ്യോത്സ്യന്മാർ എഴുതിയ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ജ്യോതിഷ മാസികകൾ വായിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ വായിച്ച് എനിക്ക് ഏകദേശം അതിനെക്കുറിച്ചൊരു അവബോധം കിട്ടി. പിന്നെ അത്യാവശ്യം ഞാൻ പിന്നെ ഈ പൊരുത്തം നോക്കാൻ ഗ്രഹനിലകളൊക്കെ അത്യാവശ്യം തമാശയ്ക്ക് നോക്കാൻ തുടങ്ങി. പിന്നെ സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാരെ ഗ്രഹനിലകളും ഡേറ്റ് ഓഫ് ബർത്തും കളക്ട് ചെയ്തിട്ട് പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ജ്യോതിഷത്തോട് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് വന്നു. പിന്നെ ഞാനിതൊരിക്കലും ഒരു പ്രൊഫഷനാക്കി എടുത്തിട്ടില്ല, ഒരു പാഷനുള്ള എനിക്ക് തമാശയ്ക്ക് എൻ്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പഠിച്ചതാണ്. പിന്നെ ഞാൻ അത്യാവശ്യം ആൾക്കാർക്ക് താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ ഒത്തു വന്നപ്പോൾ ഇവർ എന്നെ തിരഞ്ഞ് വീട്ടിൽ വരാൻ തുടങ്ങി. എൻ്റെ അടുത്ത കുടുംബ സുഹൃത്തുക്കൾ, ബന്ധുക്കളൊക്കെ അത്യാവശ്യം ദക്ഷിണ ആരോടും വാങ്ങാറില്ല. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഒരു ചേച്ചിക്ക് പിന്നെ 2 മക്കളുണ്ട്. അപ്പോൾ അവരോട് 2 വിവാഹപ്രായമായി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരാൾ ആയുർവേദ ഡോക്ടറും ഒരാൾ എഞ്ചിനീയറും ആയിരുന്നു. അപ്പം ഞാൻ എവിടെ ഗ്രഹനില 2 ആളും എൻ്റെ കൈ കൊണ്ടു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവളെ ചോറ് ഗൾഫിലായിരിക്കും, ഇവൾക്ക് ഇവിടെ PSC എന്ന് എഴുതിയാൽ ജോലി കിട്ടാൻ സാധ്യതയില്ല, ഗൾഫിൽ അവൾ തൊഴിൽ കയറും, അവളെ കൊണ്ടുവന്ന ആളും ഒരു പ്രവാസിയായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊത്തു വന്ന് നോക്കുമ്പോൾ എന്താ വെച്ചാൽ എടപ്പാൾ നോക്കും ഒരു വിവാഹാലോചന വന്നു.
പിന്നെ അയാൾ ഗൾഫിൽ പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. പിന്നെ അയാളുടെ കൂടെ കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയി. അവിടെ ആയുർവേദ ഫേം കയറി ഇന്നിപ്പോൾ നല്ല നിലയിൽ ജീവിക്കുന്നു. അപ്പോൾ ഇവരെ രണ്ടാമത്തെ കുട്ടീൻ്റെ കാര്യം വന്ന സമയത്ത് ആ കുട്ടീനെ പിന്നെ വടക്കമ്പാത്തേക്കാണ് ഉണ്ടായത്. അപ്പോൾ പിന്നെ അവളെ കാര്യത്തിലും അച്ചിട്ട് പ്രവചനം വന്ന സമയത്ത് ഇവർക്ക് നമ്മളിൽ വലിയ വിശ്വാസമായി. അങ്ങനെ അത്യാവശ്യം ആരെങ്കിലും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമുക്ക് അടുത്ത് വേണ്ടപ്പെട്ടവരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ നേരിട്ടോ പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ ദക്ഷിണ പ്രതീക്ഷിച്ചിട്ട് നമ്മളെ തൊഴിലുമല്ല. അത് നമ്മൾ പഠിച്ചത് കൊണ്ട് നമ്മൾ പഠിച്ച അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അതാണ് ഈ കലാരംഗത്ത് ഇതുവരെ കിട്ടിയ അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? അവാർഡ്സ് കേരളത്തിലെ വിവിധ കലാ സാംസ്കാരിക സംഘടനകളുടെ 15ഓളം അവാർഡുകൾ പല കാലഘട്ടങ്ങളിലായിട്ട് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തന്ന അവാർഡ് 2024 MK ലോഹിദാസിൻ്റെ പേരിലുള്ള മികച്ച ഡയറക്ടർക്കുള്ള പുരസ്കാരമാണ്. അത് എനിക്ക് മാത്രമല്ല, കേരളത്തിൽ 4 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ 4 ആളിൽ ഒരാൾ ഞാനാണ്. പിന്നെ അതേപോലെ തന്നെ 24 ഫ്രെയിംസിൻ്റെ അവാർഡ്, പിന്നെ ഫിലിം സിറ്റിയുടെ അവാർഡ്, ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ അവാർഡ് പിന്നെ നമ്മളെ കോഴിക്കോട് നാരായണൻ നായരിൽ നിന്ന്, അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്ന മുനീറിൽ നിന്ന്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ കറുത്ത മുത്തിലെ നായികയായിരുന്ന അർച്ചന സുശീലൻ നിന്ന്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ കോഴിക്കോട് മലബാർ ഹോസ്പിറ്റൽ MD ആയിരുന്ന ലളിത മേഡത്തിൽ നിന്നൊക്കെ അവാർഡ് സ്വീകരിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതും എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം ഓലൊക്കെ പ്രബലരായ ആൾക്കാരാണല്ലോ. ഓല കൈകൊണ്ടൊക്കെ നമുക്കൊരു അംഗീകാരം കിട്ടുക എന്ന് വെച്ചാൽ അത് ദൈവ സുഹൃതം, അല്ലാതെ എന്ത് പറയാനാണ്. ഈ നടനെന്ന നിലയിൽ പ്രൊജക്റ്റ് ഏതൊക്കെയാണ്, ഫ്യൂച്ചർ പ്രൊജക്റ്റ് ഏതൊക്കെയാണ്? ഞാനിപ്പോൾ അത്യാവശ്യം ഷോർട്ട് ഫിലിംസും അതുപോലെ തന്നെ പരസ്യ ചിത്രങ്ങളിലുമാണ് ഇപ്പോൾ അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ 2 സിനിമയിൽ ടെക്നിക്കൽ ടീമിൽ അംഗമായി നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു തമിഴ് പ്രൊജക്റ്റിൽ നിന്ന് ഒരു ചെറിയൊരു ഓഫറുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 മലയാള സിനിമയിൽ നിന്നും തുടങ്ങാൻ പോകുന്ന 2 ഓഫറുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ളൊരു സന്തോഷത്തിലാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇപ്പം ജീവിതം അർദ്ധശതകം പിന്നിട്ട വ്യക്തി എന്ന നിലയിൽ ഇപ്പം എങ്ങനെയാണ് ജീവിതം എന്ത് പഠിപ്പിച്ചു എന്നൊക്കെയാണ് തോന്നുന്നത്? അതായത് ജീവിതത്തെ പിന്നെ പല മഹാന്മാരും പല കാലഘട്ടത്തിൽ പലതരത്തിലാണ് പിന്നെ നിർവഹിച്ചിട്ടുള്ളത്. ലൈഫ് ഈസ് എ ചാലഞ്ച് എന്ന് പറഞ്ഞ ആളുണ്ട്, പിന്നെ ലൈഫ് ഈസ് എ ഗെയിം എന്ന് പറഞ്ഞ ആളുണ്ട്, ലൈഫ് ഈസ് എ പസിൽ എന്ന് പറഞ്ഞ ആളുണ്ട്, ലൈഫ് ഈസ് എ ജേണി എന്ന് പറഞ്ഞ ആളുണ്ട്, പിന്നെ ലൈഫ് ഈസ് എ മിറാക്കിൾ എന്ന് പറഞ്ഞ ആളുണ്ട്. അങ്ങനെ ലൈഫിനെ ഓരോരോ കാലഘട്ടത്തിൽ പല ഫിലോസഫർമാരും പല തലത്തിലാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ലൈഫ് ഈസ് എ ജേണി. കാരണം എന്താ വെച്ചാൽ നമ്മളാകുന്ന വെഹിക്കിൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ചിലപ്പോൾ പൂവിരിച്ച പാതിയായിരിക്കാം, ചിലപ്പോൾ കല്ലും മുള്ളും നിറഞ്ഞ പാതിയായിരിക്കാം, അവിടെ കുണ്ടുണ്ടാവും, കുഴിയുണ്ടാവും, പിന്നെ അതേപോലെ തന്നെ ഹബ്ബ് ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ എന്ത് വേണമെന്ന് വെച്ചാൽ പ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു ഇരുട്ടിനൊരു വെളിച്ചവും ഒരു വെളിച്ചത്തിനൊരു ഇരുട്ടും ഉണ്ടാവും. അപ്പം നമ്മൾ പിന്നെ അത് മനസ്സിലാക്കി വളരെ കൺട്രോളബിളായിട്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുക. മുന്നിൽ ബ്ലോക്കാണെങ്കിൽ നമ്മൾ ചിലപ്പം പിന്നെ വാഹനം ഗതി മാറ്റി തിരിച്ചു വിടേണ്ടി വരും. അപ്പോൾ ലൈഫ് ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ ജീവിതത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ആദ്യത്തെ ഞാനായിരുന്നെങ്കിൽ വളരെ സങ്കടപ്പെടുകയായിരുന്നു. ഇപ്പം ഒരു ഒരു പോസിറ്റീവ് വൈബിലൂടെ സഞ്ചരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ പ്രതിസന്ധികൾ വരുന്നത് നമ്മളെ തളർത്താനല്ല, അത് നമ്മളെ വളർത്താനും നമ്മളെ പാകപ്പെടുത്താനും വേണ്ടിയാണ്. അപ്പോൾ യൂണിവേഴ്സിൽ ഒരുക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണത്. അതുകൊണ്ട് തന്നെ എന്തിനെ നേരിടാൻ ഞാൻ ഒരുക്കമാണ്. ഭയം നിറഞ്ഞ സാധനം അതുകൊണ്ടില്ല. അപ്പം ഇതുവരെയുള്ള ഒരു ജീവിതത്തിൽ എന്താണ് പഠിച്ചത്? ജീവിതം എന്നെ പഠിപ്പിച്ച എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലൈഫ് ഈസ് എ ജേണിന്ന്, പഴയ ഒരു ഫിലോസഫർ പറഞ്ഞ ആ സംഭവത്തോട് തന്നെയാണ് എനിക്ക് യോജിപ്പ്. അപ്പം നമ്മൾ ജീവിത പന്താവിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മളെ കാലിടറുമ്പോൾ നമുക്ക് കൈത്താങ്ങാൻ ഒരാളുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്. പിന്നെ ഇരുപുറം ആളുണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരു ക്രൈസിസ് പീരീഡിലൂടെ ഞാൻ കടന്നു പോയ സമയത്ത് എനിക്ക് എൻ്റെ ഇടവും ബലവും പിടിച്ച് എന്നെ നടത്തിക്കാൻ എനിക്ക് ആളുണ്ടായിരുന്നു. അതും ഒരു വലിയ മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. അതും കിട്ടാത്ത എത്ര ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ക്രൈസിസ് ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല, നമ്മളെ പാകപ്പെടുത്താനാണ്. കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ ദൈവം ഒരുക്കുന്ന ഒരു പരീക്ഷണ കാലഘട്ടമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതിനെ നമ്മൾ നിർഭയം നേരോടെ നേരിടുക. എന്നാലും ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചത് നന്ദി. ഇനിയും ഒരുപാട് അവസരങ്ങൾ വാതിൽ തുറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഇത് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.